മനോഹരമായിരിക്കുന്ന പകൽക്കാലം കർത്താവിന്റെ തിരുസാന്നിധ്യം നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പാടുവാൻ പ്രാർത്ഥിപ്പാൻ എല്ലാം ദൈവം നമുക്ക് കരുത്ത് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിക്തദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നല്ലൊരു പ്രഭാതത്തെ നേരുന്നു. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. വലിയ കാര്യങ്ങൾ ഈ പകൽക്കാലം ദൈവം ഞങ്ങളിലൂടെ ചെയ്യട്ടെ. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കാണുവാൻ ദൈവം ഈ ദിവസം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിലെ അല്പനിമിഷത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 15, 16, 17, 18 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങൾ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മത്താനയിൽ നിന്ന് നഹലിയലിലേക്കും, നഹലിയലിൽ നിന്ന് ബാമോത്തിലേക്കും, ബാമോത്തിൽ നിന്ന് മോവാബിന്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗാമുകളിലേക്കും യാത്ര ചെയ്തു. അവൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. പല ആവർത്തി നാം വായിച്ചു വിട്ട വേദഭാഗമായിരിക്കാം. എങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ഇന്നത്തെ സ്തോത്രം പകൽക്കാലം മുഴുവൻ ദൈവം ഈ വചനങ്ങൾക്കകത്ത് എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നാം വായിക്കുന്നത്. സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. ആമേൻ. ആ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന്റെ ആ പുറപ്പാടിന്റെ ആ ഭാഗത്ത് 20 അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏദോം രാജാവിന്റെ അടുക്കൽ മോശ ദൂതന്മാരെ അയച്ചിട്ട് നിന്റെ ദേശത്തുകൂടി ഞങ്ങൾക്ക് പോകുവാൻ അനുവദിക്കണം എന്ന് അനുവാദം ചോദിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. അവിടെ അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കാമോ? 20 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടെ തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയില്ല. മോശ അന്നേരം ദൂതന്മാരെ വിട്ടിട്ട് ഏദോം രാജാവിനോട് അനുവാദം ചോദിക്കുകയാണ്. ഞങ്ങൾ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണം. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. സ്തോത്രം. അനുമതി മോശ ഏദോം രാജാവിനോട് ചോദിക്കുമ്പോൾ ഏദോം രാജാവ് അതിന് മറുപടി പറയുന്ന വാക്കാണ് അടുത്തത്. ഏദോം അവനോട്, നീ എന്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടും എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്ക് വീണ്ടും മോശ ഏദോം രാജാവിനോട് പറയുകയാണ്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം. സ്തോത്രം. നോക്ക്, ആമേൻ. ആദ്യമേ ഇസ്രായേൽ ജനം പറഞ്ഞത് ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അതിന് അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ഏദോം രാജാവിനോട് പറയുകയാണ്, ഞങ്ങൾ രാജപാതയിൽ കൂടെ പോകുന്നില്ല,
ഞങ്ങൾക്ക് പെരുവഴിയിൽ കൂടി പോകാനെങ്കിലും ഒരവസരം ഒരുക്കി തരണം, അനുവാദം തരണമെന്ന് ഇസ്രായേൽ ജനം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനും എന്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിന്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവന്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏദോം തന്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. അപ്പോ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനകത്ത് സംഭവിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനം ഏദോം ദേശത്തൂടെ കടന്നു പോകുവാൻ അനുവാദം ചോദിക്കുകയാണ്. ആ ദേശത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ അവന്റെ നന്മയൊന്നും, കിണറ്റിൽ വെള്ളം കുടിക്കത്തില്ല, മുന്തിരിവയലിലോ കൃഷിയിടങ്ങളിലോ ഒന്നും ഞങ്ങൾ കയറുകയില്ല, രാജപാതയിൽ കൂടെ തന്നെ കടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ, നീ എന്റെ അതിരിൽ കയറരുത്, എന്റെ ദേശത്ത് കൂടി പോകരുത്, ഞാൻ വാളുമായി കടന്നുപോയാൽ വാളുമായി നിന്റെ നേരെ വരുമെന്ന് ഏദോം രാജാവ് ഇസ്രായേൽ ജനത്തിനോട് പറയുക. അപ്പോ ഇസ്രായേൽ ജനം വീണ്ടും അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ രാജപാതയിൽ കൂടി പോകുന്നില്ല, ഞങ്ങൾ പെരുവഴിയിൽ കൂടെ പോയിക്കോളാം, എന്റെ കന്നുകാലികൾ നിന്റെ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ അതിന്റെ വില തരാം. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മറ്റൊന്നും ഉദ്ദേശമില്ല, ജസ്റ്റ് ഒന്ന് കടന്നു പോയാൽ മാത്രം മതി. അപ്പോൾ ഏദോം രാജാവ് അതിന് സമ്മതിക്കാതെ ബഹുസൈന്യത്തോടുകൂടെ ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധത്തിന് വരികയാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇങ്ങനെ ഏദോം തന്റെ അതിരിൽ കൂടി സ്തോത്രം കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. സ്തോത്രം. അപ്പോ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഏദോം രാജാവ് സമ്മതിച്ചില്ല. ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ ജനം 21-ാമത്തെ അധ്യായത്തിനകത്തേക്ക് കയറുമ്പോൾ 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, വഴി നിമിത്തം ഇസ്രായേൽ ജനത്തിന്റെ മനസ്സങ്ങ് ക്ഷീണിച്ചു. സ്തോത്രം ചെയ്യുന്നു. നല്ല വഴികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷെ അതുവഴിയൊന്നും, ആ അതിരിലൂടെയൊന്നും വഴികളിലൂടെയൊന്നും കടത്തിവിടാതെ വണ്ണം അവരെല്ലാം തടഞ്ഞു നിർത്തുന്ന ചില പൈശാചിക മേഖലകളുണ്ട്. ഈ പ്രതിസന്ധികൾ മുന്നിൽ വന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനത്തെ കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുക, വഴി നിമിത്തം ഇസ്രായേൽ ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു കളഞ്ഞു. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുവാൻ പരിശ്രമിക്കുമ്പോഴും മുന്നോട്ട് പോവാൻ കഴിയാതെ വണ്ണം പല തടസ്സങ്ങൾ ഇടുകയാണ്. മനസ്സുകൊണ്ട് ക്ഷീണിച്ചു, മനസ്സുകൊണ്ട് മടുത്ത് ഇരിക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന, മനസ്സ് മടുത്തിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കാൻ പോവുകയാണ്. ഈ 2025 മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എവിടേക്കോ അതിനെ പിശാച് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അതിനെയൊക്കെ വഴികളെ പിശാച് അടച്ചു കളഞ്ഞു. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. 2026 ആരംഭ മാസം 8-ാം തീയതി പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പറയുകയാണ്. ചില മേഖലകൾക്കകത്ത് മനസ്സ് മടുത്തിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വഴി തുറന്നു തരാൻ പോകുകയാണ്. ചില വഴികളൊക്കെ അടയപ്പെട്ടത് പിശാച് പോലും പ്രതീക്ഷിക്കാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടി ദൈവം പുതുവഴികളെ തുറന്നു തരാൻ പോകുകയാണ്. പിശാചിന് പോലും വെളിപ്പെടാത്ത, പിശാചിന് പോലും പിടികൊടുക്കാത്ത, കിട്ടാത്ത ചില വഴികൾ, വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ തന്റെ അതിരിലൂടെ കടക്കുവാൻ സമ്മതിപ്പിക്കാത്ത ചില ഏതോമി ശക്തികളുണ്ട്. സ്തോത്രം ചെയ്യുന്നു, അല്ലെ? നമുക്കറിയാം ചില സ്ഥലത്തുകൂടെ കടന്നു പോവാൻ ഇന്ന് പലർക്കും പേടിയാ. സ്തോത്രം. പണ്ടൊക്കെ സ്തോത്രം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉച്ച സമയത്ത് ആ സ്ഥലത്തൂടെ നിങ്ങൾ കടന്നു പോകരുത്. അമ്മമാര് പറയുന്നതാ, മക്കളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ആ സ്ഥലത്തൂടെ, ചിലര് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ആ ഉച്ച നട്ടേക്ക് അതുവഴി കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് പിടിച്ചോണം, അല്ലെ ഇരുമ്പ് കൈ വെച്ചോണം. സ്തോത്രം ചെയ്യുന്നു. കാരണം
കാരണം അവിടെ വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ സ്ഥലത്തൂടെ കടന്നു പോകരുതെന്ന് അമ്മയപ്പന്മാർ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. കാരണം ചിലപ്പോ ഒരു മരത്തിനകത്ത് ഒരു ചുമന്ന തുണി കെട്ടി വെച്ചിരിക്കുകയായിരിക്കാം. ഒറ്റയ്ക്ക് നീ അതുവഴി പോകരുത്. സ്തോത്രം ചെയ്യുന്നു. കാരണം ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു മരത്തിനകത്ത് ഒരു ചുമന്ന തുണി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതുവഴി പോകുവാൻ ഭയമാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അങ്ങനെയുള്ള ഭയമെല്ലാം മാറട്ടെ. സ്തോത്രം. അഭിഷേകമുള്ളവൻ ഏത് ദേശത്ത് കാലുകുത്തിയാലും പിശാച് നമ്മളെ ഭയക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നാം പിശാചിനെ അല്ല ഭയക്കേണ്ടത്, പിശാച് നമ്മളെ ഭയക്കണം. സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ 114 സങ്കീർത്തനം പറയുകയാണ്, യോർദാൻ സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയെന്ന്. അല്ലേ? എന്തൊരു മനോഹരമായ വാക്യമാണ്. യോർദാൻ സ്തോത്രം പിൻവാങ്ങിപ്പോയി, സമുദ്രം കണ്ടോടിയെന്ന്. അല്ലേ? എന്തൊരു മനോഹരമായ വാക്യമാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നാം വിചാരിച്ചത് സ്തോത്രം യോർദാനെയും ചെങ്കടലിനെയും എല്ലാം കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. പക്ഷെ വചനം പറയുകയാണ്, വെളിപ്പാടുള്ളവൻ പറയുകയാണ്, സ്തോത്രം, നീ ഭയപ്പെടേണ്ട, അത് മാറിപ്പോയത്, അത് ഓടിപ്പോയത് നിന്നെ കണ്ടിട്ടാണെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നാം പോകുന്ന വഴികളിലെല്ലാം ചിലത് നമ്മെ കണ്ട് ഭയപ്പെട്ട് ഓടുന്നുണ്ട്. സ്തോത്രം. ചിലത് വരാഞ്ഞിട്ടല്ല, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ മേൽ കിടക്കുന്ന ആ നിയോഗത്തെ, നമ്മുടെ മേലുള്ള ആ ശക്തിയെ കണ്ടിട്ട് ചിലതൊക്കെ ഭയന്ന് ഒളിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള ഒരു അധികാരമാ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ചിലതിനെ കണ്ട് നാം ഭയപ്പെടരുത്. ദേശത്തിന്റെ പട്ടണത്തിന്റെ താക്കോൽ കർത്താവ് നമ്മുടെ കരത്തിനകത്ത് തന്നിട്ടുണ്ടെന്ന് ഈ 2026 ജനുവരി മാസം 8-ാം തീയതി പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവ് ചിലരെ പറഞ്ഞുറപ്പിക്കുകയാണ്. ചില ദേശത്തിനകത്ത് ഭയത്തോടെ നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആ ദേശത്തിനകത്ത് ഒന്നിനെ കണ്ട് നീ ഭയപ്പെടരുത്. നീ വാക്തത്വമുള്ളവനാ, നീ അധികാരമുള്ളവരാ, ആ അഭിഷേകമുള്ളവരാ, ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവരാ. ഇന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പൈശാചിക മണ്ഡലത്തെക്കാൾ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ഷാലാമാന ഹസ്തരാലകൾ കാറ്റല ഹത്തുനീല ബന്ധേനിയ ലാബ്ര ലാറ്റ ലഹാറ്റന ഹസ്സതറ കറ്റല ഹത്തുനീലകൾ കാതരം വൈഡൽ കമനഗസ്തന. സ്തോത്രം. നോക്ക്, ഇതിനു ശേഷമാണ് ഇസ്രായേൽ ജനം പർവ്വതത്തെയൊക്കെ ചുറ്റിക്കൊണ്ട് നടക്കുകയാണ്. സ്തോത്രം. 21-ാമത്തെ വാക്യം പറഞ്ഞു തുടങ്ങുന്നത്, ഇസ്രായേൽ അധാരീം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ ആരാധ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചു കൊണ്ടുപോയി. സ്തോത്രം ചെയ്യുന്നു. അധാരീം രാജാവ് അധാരീം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിക്കുന്ന കനാന്യ രാജാവ് കേട്ടപ്പോൾ, സ്തോത്രം ചെയ്യുന്നു, ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയിട്ട് ചിലരെ പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇസ്രായേൽ ജനം ചെയ്ത കാര്യം നോക്കണമേ. അവർ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ദൈവത്തോട് പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു, ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ ശപഥാർപ്പിതമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോ നോക്ക്, തങ്ങളുടെ കൂട്ടത്തിനകത്ത് ചിലരെ കനാന്യ രാജാവ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇസ്രായേൽ ജനം ആദ്യമേ ചെയ്തത് പെട്ടെന്ന് ചാടി പുറപ്പെട്ടില്ല. അവർ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി വെക്കുവാൻ തുടങ്ങി. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്യണം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യത്തിനകത്ത് ഇറങ്ങി പുറപ്പെടരുത്. ചിലപ്പോൾ നമുക്ക് ആ കാനാന്യ രാജാവിനോട് യുദ്ധം ചെയ്യുവാനുള്ള സകല സംവിധാനങ്ങളും കാണും.
സകല സിസ്റ്റങ്ങളും കാണും. സകല കഴിവും ബലവും കാണും. സകല ശക്തിയും ഉണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമ്മുടെ കഴിവിന്റെ പുറത്ത്, നമ്മുടെ ശക്തിയുടെ പുറത്ത്, നമ്മുടെ കരത്തിനകത്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ പുറത്തെല്ലാം നാം ഇറങ്ങി ചാടി പുറപ്പെട്ടാൽ അങ്ങനെ പരാജയപ്പെട്ടു പോയ പലരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കഴിവിന്റെ പുറത്ത് ആശ്രയിച്ച് ഇറങ്ങി പുറപ്പെടരുത്. സമ്പത്തിന്റെ പുറത്ത് ആശ്രയിച്ച് ഇറങ്ങി പുറപ്പെടരുത്. സ്തോത്രി. പിടിപാടുകളുടെ സ്തോത്രം ചെയ്യുന്നു. ബന്ധത്തിൽ ഇറങ്ങി എങ്ങും പുറപ്പെടരുത്. പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവത്തോട് ചോദിച്ച് ദൈവാലോചന പ്രകാരം സ്റ്റെപ്പ് എടുത്തു വയ്ക്കുവാൻ തയ്യാറാകണം. സ്തോത്രം ചെയ്യുന്നു. കനാന്യ രാജാവ് തങ്ങളിൽ ചിലരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ വചനം പറയുകയാണ്, ഇസ്രായേൽ ജനം ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്. അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യഹോവ ഇസ്രായേലിന്റെ അപേക്ഷ കേട്ടു. സ്തോത്രം ചെയ്യുന്നു. അപ്പോ ദൈവത്തോട് അവർ ചെയ്ത ഉടമ്പടി, അവർ ചെയ്ത പ്രാർത്ഥന, ദൈവത്തോട് അവർ അപേക്ഷിച്ചതിന് ദൈവം കേട്ടിട്ട് മൂന്നാമത്തെ വാക്യം പറയുക, കനാന്യരെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തെന്ന്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഒന്ന് കൈമാറുവാൻ തയ്യാറാകുക. സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിന് മുന്നമേ, ദൈവശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നാം ചാടി പുറപ്പെടരുത്. പരിശുദ്ധാത്മാവ് വീണ്ടും ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവശബ്ദം കേട്ടിട്ട് ദൈവം എന്തു പറയുന്നുവോ അതനുസരിച്ച് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുവാൻ തയ്യാറാകുക. വചനം പറയുകയാണ്, ഇസ്രായേൽ ജനം ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ അവരുടെ അപേക്ഷ കേട്ടു, കനാന്യരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം ചില വിഷയങ്ങളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മുടെ കൈവിട്ടുപോയ ചില വിഷയങ്ങളുണ്ടല്ലോ, നമ്മുടെ കരത്തിൽ നിന്ന് വിട്ടുപോയ, നമുക്ക് നഷ്ടമായി പോയ ചില വിഷയങ്ങളെ ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇടപെടുക, നിന്റെ കരത്തിനകത്ത് ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് പറയുകയാണ്. എന്നിട്ടാണ് നാലാമത്തെ വാക്യം തുടങ്ങുന്നത്, പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നോക്ക, ഏദോം ദേശത്തു വഴി അവരെ പോകുവാൻ അനുവദിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അവർ പർവ്വതത്തെ കടന്ന് ചുറ്റുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ചുറ്റി നടക്കുക. പർവ്വതത്തെ കടന്ന് ചുറ്റുന്നത് കൊണ്ട് ജനത്തിന്റെ മനസ്സ്, വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. സ്തോത്രം ചെയ്യുന്നു. മനസ്സ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയൊക്കെ ഇതാണെങ്കിലും മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയത്തില്ല. മനസ്സ് മടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. മനസ്സ് മടുത്തു കഴിഞ്ഞാൽ ആരാധിക്കേണ്ട വണ്ണം ആരാധിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ഈ പ്രഭാതത്തിങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ആരൊക്കെയോ മനസ്സ് മടുത്തിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ദൂത് പറയാൻ പറയുകയാണ്, മനസ്സ് മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ആരാധനയിൽ മടുത്തു പോകരുത്. ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മനസ്സ് മടുക്കാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. 2026 പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവചിക്കാൻ പറയുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്ക്, ഈ വർഷം ദൈവിക സന്ദർശനങ്ങളുടെ വർഷമാണ്. ഇന്ന് പകൽ അത് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ നിങ്ങൾക്ക് കൈമാറാം. ആരും മനസ്സും അടുത്തു പോകരുത്, ആരും ക്ഷീണിച്ചു പോകരുത്. ഈ വർഷം ദൈവിക സന്ദർശനങ്ങളുടെ വർഷമാണ്. ദൈവം സന്ദർശിച്ചാൽ ചില വാഗ്ദത്തങ്ങൾ നിറവേറും. ദൈവം സന്ദർശിച്ചാൽ ഭയങ്കര നീ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന്.
ലാബ്ര ലാറ്റ ലാബ ഹത്തുനി ലഗൽസാധരാധനകൽക്കറ്റന. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം സന്ദർശിച്ചു കഴിഞ്ഞാൽ പെൻഡിങ്ങിൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ തുടങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് തലമുറയില്ലാതെ വണ്ണം ഭാരപ്പെടുന്ന അബ്രഹാമിന്റെ വിഷയത്തെ ദൈവം തൊട്ടത് വചനം ഇപ്രകാരം പറയുകയാണ്. സാറയെ ദൈവം സന്ദർശിച്ചപ്പോൾ അബ്രഹാം കേട്ട വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം സംഭവിച്ചു എങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ചില വാഗ്ദത്തങ്ങൾ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ദൈവിക സന്ദർശനം നടന്നാൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന്, നിവർത്തിയാകുമെന്ന്, വാഗ്ദത്തമുള്ള ഇസഹാക്കുമാർ പുറത്തു വരുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മനസ്സ് മടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ ഈ വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. ഒരു ഭയങ്കര ദൈവിക വിസിറ്റേഷൻ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾക്കകത്ത്, നിങ്ങളുടെ സ്തോത്രം ഉപജീവന മേഖലയോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 38 വർഷമായി ദീനമായി കുളക്കരയിൽ കിടന്നവനെ കർത്താവ് വിസിറ്റ് ചെയ്തപ്പോൾ ഇന്ന് വരെ ബെഥെസ്ദ കുളക്കരയിൽ സംഭവിച്ചിട്ടില്ലാത്തത് സ്തോത്രം ഒരു ചരിത്രമായി നടന്നതുപോലെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഇന്ന് വരെ സംഭവിക്കാത്ത ചില ചരിത്രങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുകയാണ്. കർത്താവ് നിന്റെ ജീവിതത്തെ സന്ദർശിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പ്രവചിക്കാൻ പറയുന്നു. വൈഡൽ കവനകൽക്കതരം വൈഷം ധരാധരാധനാലകസ്യാം ധേനിയ. യേശുവിന്റെ മഹത്വമുള്ള നാമം ഇപ്പോൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല എന്ന് ഹൃദയത്തിനകത്ത് ഭാരത്തോടെ നീറി നിൽക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എന്നെ വെള്ളം കലങ്ങുമ്പോൾ കുളത്തിലാക്കുവാൻ ആരുമില്ലെന്ന് ഹൃദയത്തിനകത്ത് വേദന കർത്താവിനോട് പറഞ്ഞവനോട് ദൈവം പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക. സ്തോത്രം, കുളത്തിനകത്ത് ഇറങ്ങിയില്ല, വെള്ളം നനഞ്ഞില്ല, ദൂതൻ ഇറങ്ങിയില്ല. ഇതുവരെ ബെഥെസ്ദ കുളക്കരയിൽ സംഭവിക്കാത്തത് കർത്താവിന്റെ ഒരു സന്ദർശനം നടന്നപ്പോൾ ബെഥെസ്ദ കുളക്കരയിൽ നടന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത സാക്ഷ്യം, ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തത് കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് സന്ദർശിച്ചാൽ, ദൈവത്തിന്റെ ഒരു വിസിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ നിന്റെ ഭവനത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുമെന്ന് ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പ്രവചിക്കാൻ പറയുക. വൈഡൽ കമനകൽക്കതരം വൈഷം ധരാധരാലകസ്യാം ധേനിയ. സ്തോത്രം. മനസ്സ് മടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് എന്തെന്നറിയാമോ? മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചു തുടങ്ങി. എന്താ സംസാരിച്ച്? മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ, സ്തോത്രം ചെയ്തു, നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. സ്തോത്രം. ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ടാ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം. നോക്ക്, എന്താണ്? ഈ മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ, ആരൊക്കെയാ നിങ്ങൾ? ദൈവവും മോശയും.
സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? സ്തോത്രം. ഇവിടെ അപ്പമില്ല, വെള്ളമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. മനസ്സ് മടുക്കുമ്പോഴാ പലപ്പോഴും പിറുപിറുപ്പ് പുറത്തു വരുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നെ കേൾക്കുന്നില്ലയോ, ദൈവം എന്നെ കാണുന്നില്ലയോ? സ്തോത്രം അല്ലേ? പ്രാർത്ഥിച്ച് 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 മടുത്തു കഴിയുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, ദൈവസന്നിധിയിൽ പിറുപിറുക്കാത്തവരായി ഇതിനകത്ത് ആരുമില്ല. ആമേൻ. ഈ വർഷത്തിന്റെ തുടക്കത്തിങ്കൽ, ആരംഭത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. മനസ്സു മടുക്കുമ്പോൾ പുറത്തു വരുന്ന പിറുപിറുപ്പ്, സ്തോത്രം, അത് ദൈവിക പദ്ധതികളെ തടയുന്നതാ. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ബുദ്ധി ഉപദേശിക്കുക. വാഗ്ദത്തങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ നിന്നെ തടയുന്നതാണ് പിറുപിറുപ്പ്. പിറുപിറുപ്പ് പുറത്തു വരുന്നത് മനസ്സ് മടുക്കുമ്പോഴാ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. മനസ്സ് മടുക്കുമ്പോൾ പിറുപിറുക്കരുത്. പിറുപിറുക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുവാൻ കാലതാമസം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. പല വാഗ്ദത്തങ്ങളും നിവർത്തിയാകാതെ കാലതാമസം ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണം പിറുപിറുപ്പാണ്. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നോക്ക, ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പറയുകയാ, ഈ മരുഭൂമിയിൽ മരിക്കേണ്ടതിനാണോ നിങ്ങൾ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്ക് എഴുതി വച്ചിരിക്കുന്നത്, അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. സ്തോത്രം. ഇവരുടെ വാക്ക് നിമിത്തം ദൈവം ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അടുത്ത വാക്ക്, അവ ജനത്തെ കടിച്ചു, ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇവരുടെ വാക്ക് നിമിത്തം ദൈവം ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ കടിച്ചു, ജനത്തിന്റെ ഇടയിൽ വളരെ ആളുകൾ മരിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനം മോശയോട് വന്ന് പറയുകയാണ്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോ പിറുപിറുപ്പെന്ന് പറയുന്നത് ഒരു പാപമാ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പാവങ്ങളുടെ ലിസ്റ്റിനകത്ത് നാം 1, 2, 3, 4 എന്ന ക്രമത്തിനകത്ത് വലിയ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. മനസ്സും അടുത്ത് ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുന്നത് പോലും പാപമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുക. സ്തോത്രം. തങ്ങളുടെ ഇടയിൽ കുറെ ആളുകൾ മരിച്ചു വീണപ്പോഴാ ഇസ്രായേൽ ജനത്തിന് ബോധം വന്നത്. സ്തോത്രം. അങ്ങനെയാണല്ലോ, ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്കും ബോധം വരുന്നത്. സ്തോത്രം. ഇനിയെങ്കിലും മാനസാന്തരപ്പെടണം, ഇനിയെങ്കിലും നേരെയാകണം. സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഉള്ളപ്പോ ദൈവത്തെ വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട. നഷ്ടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അവൻ തീരുമാനമെടുക്കും, ഇനി ഇങ്ങനെ പോയ പറ്റത്തില്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറഞ്ഞു പോയതിന്റെ ശിക്ഷയാ, എവിടേക്കോ ആരാധന അലക്ഷ്യമാക്കിയതിന്റെ ശിക്ഷയാ. സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിന് മനസ്സിലായി, പലരും തങ്ങളുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങൾ കടിച്ചു വീണപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഞങ്ങൾ ദൈവത്തിനും ദൈവം നിർത്തിയിരിക്കുന്ന അഭിഷക്തനും വിരോധമായി സംസാരിച്ചതിനാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക് വിരോധമായി നിങ്ങൾ സംസാരിക്കരുത്. ഒരിക്കൽ കൂടി പറയാം,
നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ദൈവവചനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദൈവദാസന്മാർക്ക് വിരോധമായി നിങ്ങൾ സംസാരിക്കരുതെന്ന് ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. വചനം പറയുക, ഇസ്രായേൽ ജനം തങ്ങൾ ചെയ്ത പാപം തിരിച്ചറിഞ്ഞിട്ട് വന്ന് മോശയോട് പറയുകയാണ്, ഞങ്ങൾ നിനക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്തത്, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഈ വിഷയത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകണം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. മോശയോട് പറയുക, നീ പ്രാർത്ഥിക്കണം. നോക്ക്, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിരോധമായിട്ടാ ഇസ്രായേൽ ജനം സംസാരിച്ചത്. അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ആരേ ഉള്ളൂ? മോശയേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി താഴ്മയോടെ ഞാൻ വിളിച്ചു പറയാം, 2024, 2025 നിങ്ങൾ എങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 2026 തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന, ദൈവവചനം പറഞ്ഞു തരുന്ന ദൈവദാസന്മാർക്ക് വിരോധമായി ഒരു വാക്ക് പോലും എൻ്റെ അധരത്തിൽ നിന്ന് വരികയില്ലെന്ന്. അവർക്ക് എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മോശയുടെ കരത്തിന് ഭാരം കൂടിയപ്പോൾ, കരം ബലഹീനമായപ്പോൾ അതിനെ താങ്ങുവാൻ അഹരോനും ഹൂരും ഉണ്ടായിരുന്നു. മാറി നിന്ന് കുറ്റം പറയുവാനല്ല, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ അതിനെ താങ്ങുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് 2026 കഴിയട്ടെ. മോശയുടെ അടുക്കൽ ജനം വന്ന് പറയുകയാണ്, സർപ്പങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത വാക്ക്, മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മോശ എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? ഇസ്രായേൽ ജനം പറഞ്ഞ ആ വിഷയം തന്നെയായിരിക്കും പ്രാർത്ഥിച്ചത്. ദൈവമേ, ഈ അഗ്നി സർപ്പങ്ങളെ ഈ ജനത്തിന്റെ ഇടയിൽ നിന്ന് നീക്കണം. അതിനാ പ്രാർത്ഥിച്ചേ, അല്ലേ? പക്ഷെ നോക്ക് നിങ്ങൾ, അഗ്നി സർപ്പങ്ങളെ ദൈവം നീക്കുകയാണോ ചെയ്തത്? നീക്കിയില്ല. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ, മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. പക്ഷെ അതിനൊരു പരിഹാരം ദൈവം ഒരുക്കി കൊടുത്തു. എന്തിനാണെന്നറിയാമോ? സ്തോത്രം ചെയ്യുന്നു. ഒരഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിനകത്ത് തൂക്കാൻ. സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം, കടിയേൽക്കുന്നവൻ ആരാണെങ്കിലും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും സ്തോത്രം ചെയ്യുന്നു. ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും സ്തോത്രം ചെയ്യുന്നു. മണിമാളിക ജനിച്ചാണെങ്കിലും ചെറ്റക്കുടിയിൽ ജനിച്ചതാണെങ്കിലും വചനം പറയുകയാ, സ്തോത്രം ചെയ്തു. ആ അഗ്നി സർപ്പത്തെ, കൊടിമരത്തിനകത്ത് തൂക്കിയിരിക്കുന്ന ആ സർപ്പത്തെ നോക്കിയാൽ കടിയേൽക്കുന്നവൻ ആരായാലും ജീവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പത്തെ അവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ല, പകരം പരിഹാരം ദൈവം ഒരുക്കി കൊടുത്തു. സ്തോത്രം. ഇന്നും ഇതിന്റെ വ്യാപാരമുണ്ടെന്ന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇന്ന് പകൽ യേശുവിങ്കലേക്ക് നോക്കാൻ തയ്യാറായാൽ സ്തോത്രം ചെയ്യുന്നു, നീ മരിക്കയില്ല, നീ ജീവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ നോട്ടം ഒന്ന് ശരിയായാൽ, അല്ലേ? എബ്രായ ലേഖകന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ആമൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാൽ സ്തോത്രം, ആമൻ, മരണത്തിൽ നിന്ന് നീ ജീവനിലേക്ക് സ്തോത്രം ചെയ്യുന്നു, അല്ലേ? ആമേൻ.
അപ്പൊ അവിടെ സ്തോത്രം ചിലതിനെ നീക്കിക്കളയുകയല്ല ചെയ്തത്, ദൈവം പരിഹാരം ഒരുക്കുകയാ ചെയ്തത്. അതിനെല്ലാം ശേഷം വേഗത്തിൽ സമയം പോയല്ലോ, വേഗത്തിൽ ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അങ്ങനെ അവിടെ നിന്നും യാത്ര ചെയ്ത് ഇസ്രായേൽ ജനം മുന്നോട്ട് വരികയാണ്. ഇനിയാണ് 16-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കുക. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. അവിടെ വെച്ച് യഹോവ ജനത്തിനോട് പറയുകയാണ്, മോശയോട് പറയുകയാണ്, ജനത്തെ ഒന്നിച്ചു കൂട്ട്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ ഇവിടെ ഉണ്ടെന്ന്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ബേരിൽ വന്നപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ജനത്തെ ഒന്നിച്ചു കൂട്ടണം. സ്തോത്രം. ഒന്നിച്ചു കൂട്ടുക എന്തിനാണെന്നറിയാമോ? ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെയാ. സ്തോത്രം. കുറച്ചു മുമ്പ് അവർ എന്തിനാ പിറുപിറുത്തതെന്ന് അറിയാമോ? അപ്പമില്ല, വെള്ളമില്ല. സ്തോത്രം ചെയ്യുന്നു. ഈ പിറുപിറുപ്പ് എവിടെ എത്തി? ദൈവസന്നിധിയിലെത്തി. വേരിലെത്തിയപ്പോ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരുക്കി കാത്തു സൂക്ഷിച്ചു വെച്ച കിണറിനെ ഇസ്രായേൽ ജനത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ 2026 ആമേൻ, ചില ഉറവകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പ്രവചിക്കാൻ പറയുക. 2025 ഒത്തിരി നിലവിളിച്ചില്ലേ? ഒത്തിരി ഭയന്നില്ലേ? ഒത്തിരി നിരാശയോടെ ആയിരുന്നില്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു ഉറവ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ ദൈവം തുറക്കാൻ പോകുകയാണെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ഇല്ലേ? അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഹാഗറിനെയും ഇസ്മായിലിനെ പറഞ്ഞു വിടുകയാ. അവർ മരുഭൂമി ഉഴന്നു നടന്നു. സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ഇസ്മായിൽ മരിക്കുമെന്ന് ഹാഗറിന് തോന്നിയപ്പോൾ ഒരു കുറുങ്കാട്ടിൻ തണലിൽ കൊണ്ടുവച്ച് ഹാഗർ ദൂരെ മാറിയിരുന്ന് കരയുകയാ. സ്തോത്രം. ആമേൻ. നോക്ക്, ഇസ്മായിലിന്റെ അവസ്ഥ കണ്ടോ? അപ്പൻ ഉപേക്ഷിച്ചു. മരിക്കുമെന്ന് തോന്നിയപ്പോൾ അമ്മയും അവനെ ഉപേക്ഷിച്ചു. സ്തോത്രം. പക്ഷെ അവന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. സ്തോത്രം. ദൈവസന്നിധിയിൽ അവന്റെ നിലവിളി എത്തിയപ്പോൾ ദൈവ ഹാഗറിനോട് ചോദിക്കുക, ഹാഗറെ, നീ നിലവിളിക്കുന്നത് എന്ത്? അതിന് തൊട്ടു മുമ്പെയുള്ള അധ്യായത്തിനകത്ത് ഹാഗറിനോട് തന്റെ തലമുറയെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അത് മരുഭൂമിയിൽ വെച്ച് അവൻ മരിച്ചു പോകുമെന്നല്ല, പട്ടുപോകുമെന്നല്ല. സ്തോത്രം. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ സാഹചര്യത്തെ കണ്ട് നീ ഭയപ്പെടരുത്. ദൈവിക വാഗ്ദത്തങ്ങളെ നീ വിശ്വസിക്കണം. സ്തോത്രം. വാഗ്ദത്തം കേട്ടവൻ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുതെന്ന്. ആഗ്രേ, സാഹചര്യം മോശമായപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ കേട്ട വാഗ്ദത്തത്തെ നീ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, ഓർത്തിരുന്നെങ്കിൽ നീ നിലവിളിക്കത്തില്ല. സ്തോത്രം. എന്നിട്ട് ദൈവം ചെയ്തെന്തെന്നറിയാമോ? ഹാഗറിന്റെ കണ്ണിനെ ഒന്ന് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ അവൾ ഉറവ കണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ദൈവം ഉറവ തുറന്നു വെച്ചിരിക്കുക. സ്തോത്രം. കണ്ണ് തുറക്കാത്തത് കൊണ്ടാ കാണാൻ കഴിയാത്തത്. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ചിലത്. പക്ഷെ കാണത്തക്ക നിലവാരത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കണ്ണുകൾ തുറന്നാൽ മാത്രമേ ചില ഉറവകൾ കാണുവാൻ കഴിയത്തുള്ളൂ എന്ന്.
ലബരഗദര ഹൽക്കറ്റല ഹത്തരെ ലബൻസിയാം ധേനിയ. ഹല്ലേലൂയ. ചില നന്മകൾ ഉണ്ടമ്മാമേ, ചില വാതിലുകൾ ദൈവം തുറന്നു വെച്ചിരിക്കുക. പക്ഷെ എവിടേക്കോ അതിനെ കാണുവാൻ കഴിയാതെ വണ്ണം കണ്ണിനെ അടച്ചു വെച്ചിരിക്കുക പിശാച്. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധം ഇടപെടുക. ആ കണ്ണുകൾ ദൈവം തുറക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. കാണേണ്ട വണ്ണം കാണുവാൻ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഉറവ തുറന്നിരിക്കുന്നത് കണ്ടപ്പോ ഹല്ലേലൂയ, ഹാഗര് തുരുത്തിക്കകത്ത് വെള്ളം നിറച്ചു. എന്റെ ഒരു ദൂത്, അബ്രഹാം കൊടുത്തു വിട്ട തുരുത്തിയ, അതിനകത്ത് വെള്ളം തീർന്നപ്പോ എടുത്ത് കളയാമായിരുന്നു. പക്ഷെ വെള്ളം തീർന്നപ്പോഴും തുരുത്തി കളഞ്ഞില്ല അവള്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. വെള്ളം തീർന്നിട്ടും ചില തുരുത്തികൾ നിങ്ങളുടെ കരത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ 2026 പ്രാരംഭ മാസം പരിശുദ്ധാത്മാവ് ഇപ്രകാരം പ്രവചിക്കാൻ പറയുന്നു. ആ തുരുത്തികളെ നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഉറവ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണെന്ന്. ഇപ്പൊ കരത്തിനകത്തിരിക്കുന്ന ഒഴിഞ്ഞ തുരുത്തി നോക്കി കരയുകയാണല്ലേ, നിരാശപ്പെടുകയാണല്ലേ. ഈ തുരുത്തിക്കകത്ത് വെള്ളം നിറഞ്ഞിരുന്ന ഒരു സമയമുണ്ടെന്ന് ഓർത്ത് വിഷമിക്കുകയാണല്ലേ. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആ ഒഴിഞ്ഞിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന ആ തുരുത്തിയെ നിറയ്ക്കുവാനുള്ള ഒരു ഉറവ് ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണെന്ന്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് സ്തോത്രം ഇന്ന് ഈ പ്രഭാതത്തിൽ മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കാൻ പോകുകയാണ്. നിന്റെ കരത്തിനകത്തിരിക്കുന്ന ശൂന്യമായ ആ തുരുത്തിയെ ദൈവം നിറയ്ക്കാൻ പോകുകയാണെന്ന്. സ്തോത്രം, സ്തോത്രം. ആ ശൂന്യമായ തുരുത്തിയെ കളയരുതേ. ദൈവം ഉറവ തുറക്കുമ്പോ സ്തോത്ര ഉറവയിൽ നിന്ന് കോരി കുടിക്കുവാൻ ആ തുരുത്തിയെ നീ കളയരുതെന്ന് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ നോക്കുക, വേരിലേക്ക് വന്നപ്പോ ദൈവം പറയുക ഒന്നിച്ചുകൂടാ. ഒന്നിച്ചു കൂടിയാൽ മാത്രമേ ചിലത് കാണാൻ കഴിയത്തുള്ളൂ. ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് കാണണമെങ്കിൽ ഒരു ഐക്യത വേണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം. വചനം പറയുക, ഒന്നിച്ചു കൂടിയപ്പോ ദൈവം പറയുക, ഇതാ ഞാൻ അവർക്ക് കൊടുക്കുമെന്ന്, വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. സ്തോത്രം. എന്റെ ചോദ്യം, ആ സ്ഥലത്തൂടെ പലരും പോയിട്ടുണ്ട്. ആ വേരിലൂടെ പലരും യാത്ര ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും വെളിപ്പെടാതെ അവരെ കണ്ണുകൾക്കകത്ത് മറച്ചു വെച്ച് തന്റെ ജനത്തിന് വേണ്ടി സൂക്ഷിച്ച ഒരു ഉറവയായത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. സ്തോത്രം ചെയ്യുന്നു. പലരുടെ കണ്ണിനകത്ത് ആ പട്ടണത്തിൽ സ്തോത്രം ചെയ്യുന്നു, പലരുടെ കൺമുമ്പിൽ മറച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നീ ചെല്ലുമ്പോൾ നിന്റെ മുമ്പിൽ അത് ദൈവം തുറന്നു തരും. പലരും ആ വഴി യാത്ര ചെയ്തിട്ടുണ്ട് അഭിഷക്തന്മാരെ. പലരും ആ വഴി നടന്നു പോയിട്ടുണ്ട് ദൈവദാസിമാരെ. അവരാരും കണ്ടിട്ടില്ല, കാരണം ദൈവം മറച്ചു വച്ചിരിക്കുക. സ്തോത്രം. ഉത്തമഗീതത്തിനകത്തൊരു വാക്യമുണ്ട്. ഉത്തമഗീതം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നു. 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിനകത്ത് സ്തോത്രം വചനം പറയുകയാണ്, എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. സ്തോത്രം. അപ്പൊ ഈ കിണറിനെ ദൈവം മുദ്രയിട്ട് വച്ചിരിക്കുക.
ഹല്ലേലൂയ. അവൻ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലാതെ ദൈവം ഇത് തുറന്നു കൊടുക്കത്തില്ല. സ്തോത്രം ചെയ്യുന്നു. ഇനി ആരൊക്കെ അതുവഴി പോയാലും, സ്തോത്രം, ആരൊക്കെ ആ പട്ടണവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെങ്കിലും, സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാണെങ്കിൽ നീ ചെല്ലുവോളം അത് മറയപ്പെട്ട് കിടക്കും. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. അങ്ങനെ ചിലത് ദൈവം ഏൽപ്പിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ബിജോയ് പാസ്റ്റർ അങ്ങനെ ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളുണ്ട്. പലരും ആ പട്ടണത്തിനകത്തുണ്ട് പാസ്റ്ററെ. പലരും അവിടെ ശുശ്രൂഷിക്കുവാനുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ശുശ്രൂഷ ആ പട്ടണത്തിനകത്തുണ്ട്. അത് ദൈവം നിങ്ങളിലൂടെ തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഓ ചില കുടുംബങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കും. പരിശുദ്ധാത്മാവ് ഇപ്രാരം പ്രവചിക്കാൻ പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരാഭിചാരകന്മാർക്കും ഒരു ശകുനിവാദികൾക്കും ഒരു പ്രശ്നക്കാരനും വെളിപ്പെടാത്തത് പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ഓ അഭിഷേകമുള്ളവൻ ചെന്ന് നിൽക്കുന്നിടത്ത് ദൈവം ചിലത് തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും? നീ അവിടെ എത്തുവാൻ ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറന്നു തരുവാൻ. ഓ സ്തോത്രം. വേരിലെത്തിയപ്പോൾ ദൈവം പറയുകയാണ്, ഈ കിണർ ഞാൻ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഇസ്രായേൽ ജനം പാട്ട് പാടുക. എന്താ പാട്ട് പാടിയേ? കിണറേ പൊങ്ങിവ. സ്തോത്രം ചെയ്യുന്നു. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ടും കുത്തിയ കിണർ. പക്ഷേ പ്രഭുക്കന്മാരും ജനശ്രേഷ്ഠന്മാരും ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ടും കുത്തിയ കിണർ. സ്തോത്രം. വാഗ്ദത്ത ജനം ചെന്നപ്പോൾ അത് പൊങ്ങി വന്നെന്ന്. ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കോടാലി ഊരി വെള്ളത്തിനകത്ത് പോയെങ്കിലും മരത്തിന്റെ കമ്പ് വെട്ടിയിട്ടപ്പോൾ നഷ്ടപ്പെട്ട കോടാലി പൊങ്ങി വന്നതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയത് ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ പൊങ്ങി വരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത, ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. 2026 ആത്മീയ തലങ്ങൾക്കകത്ത് നീ പ്രയോജനപ്പെടുവാൻ പോകുകയാണെന്ന് ഇതിനകത്തിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരോട് ദാസിമാരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഇതൊരു ഭയങ്കര കൊയ്ത്തിന്റെ സീസണാണ്. ഇതൊരു ഭയങ്കര കൈറോസ് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന സീസണാണ്. നിന്റെ സമയം വെളിപ്പെടുന്ന ഒരു വല്ലാത്ത സമയമാണിതെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. എവിടേക്കോ ഡ്രൈ ആയി പോയതുപോലെ, എവിടേക്കോ വരൾച്ചയുടെ അനുഭവത്തിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കടന്നുപോയി. പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ശക്തമായി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതുവരെ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിനകത്ത് പോലെ ചിന്തിക്കാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ്.
ദൂടമാന വൈഡമാന ഹൽക്കത്തര വൈഡ കബനക ദുരിജന സിയാം ധേനിയ. സ്തോത്രം, 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 സ്തോത്രം. തലങ്ങൾ ദൈവം മാറ്റാൻ പോകുകയാണ്. ശുശ്രൂഷകളെ ദൈവം മാറ്റാൻ പോകുകയാണ്. ആത്മീയ നിലവാരത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ആത്മീയമായിട്ട് വളരാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം ഇന്ന് വരെ ഏൽപ്പിക്കാത്ത ചില പുതിയ ആയുധങ്ങൾ നിങ്ങളുടെ കരത്തിനകത്ത് ദൈവം ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് വരെ അനുഭവിച്ചതിനേക്കാൾ ഭയങ്കരമായ ആത്മസാന്നിധ്യം വരുന്ന വർഷങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. വരൾച്ചകൾ മാറാൻ പോകുകയാണ്. ഉറവുകൾ തുറക്കുന്ന വർഷമാണ്. റെഡി ആയിക്കൊള്ളാം. പരിശുദ്ധാത്മാവ് ആരൊക്കെയോ സ്തോത്രം, പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിനൊപ്പം മൂവ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആരൊക്കെ ബുദ്ധി ഉപദേശിക്കുക. ബുദ്ധിയിൽ മൂവ് ചെയ്യരുത്. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും അന്വേഷിക്കുന്നത് പോലെ, സ്തോത്രം, ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പരിശുദ്ധാത്മാവ് ചിലരെ ബുദ്ധി ഉപദേശിക്കുന്നു. ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി ചില ദിവസങ്ങൾ വേറിട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ ബുദ്ധി ഉപദേശിക്കുക. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച എക്സ്പീരിയൻസിനകത്തിരിക്കരുത്. പുതിയൊരു കൃപ, പുതിയൊരു ദൈവശക്തി ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ തയ്യാറായിക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഓർമ്മപ്പെടുത്തുക. ഇന്നലകളിൽ പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഇന്നും ഇരിക്കരുത്. പുതിയ ശക്തി എന്ന മേൽ ഇന്ന് പകൽക്കാലം പകരുമാറാകണമേ. പുതിയ കൃപകൾ എന്ന മേൽ പകരുമാറാകണമേ. ദൈവസന്നിധി വേറിട്ടിരിക്കാൻ ചിലരെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുക. പുതിയത് തരുവാൻ പരിശുദ്ധാത്മാവ് റെഡിയായിരിക്കുക. നീ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം ചെയ്തു. കിണറെ പൊങ്ങിവാ എന്ന് പറഞ്ഞ പാട്ടുപാടി അടുത്ത വാക്ക് കൂടെ വായിച്ച് ഞാൻ നിർത്താം. സ്തോത്രം ചെയ്യുന്നു. പിന്നെ അവർ 19ാമത്തെ വാക്യം പറയുക. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മദ്ധാനയ്ക്കും മദ്ധാനയിൽ നിന്ന് നഹലിയേലിൽ നിന്നും ബാമോത്തിനും ബാമോത്തിൽ നിന്ന് മോവാവിന്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്കാമുകളിലേക്കും യാത്ര ചെയ്തു. വചനം കേട്ടോ ബിജോയ് പാസ്റ്ററെ, 21ാമത്തെ അധ്യായം 4ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞ എന്തെന്നറിയാമോ? വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ചെന്ന്. ദൈവം ആഗ്രഹിച്ച കിണറിന്റെ അടുക്കൽ വന്ന് അവർ കുടിച്ചു കഴിഞ്ഞപ്പോ വചനം പിന്നെ പറയുക, അവർ മരുഭൂമിയിൽ നിന്ന് മദ്ധാനയിൽ നിന്ന് നഹലിയേലിൽ നിന്ന് ബാമോത്തിലും ബാമോത്തിൽ നിന്ന് മോവാബിലും താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്കാമുകളിലേക്കും അവർ യാത്ര ചെയ്തു. നോക്ക്, കുടിക്കേണ്ട കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ തുടർമാനമായ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക്, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക്, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് അവർ യാത്ര ചെയ്തെന്ന് വിജയ് പാസ്റ്റർ അവിടെ ഒന്നും എഴുതി വച്ചിട്ടില്ല. അവർ വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ചെന്ന്. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഈ ജീവജലത്തിൽ നിന്ന് കുടിക്കാൻ തയ്യാറായാൽ സ്തോത്രം ചെയ്യുന്നു, ഈ വഴി നിമിത്തമൊന്നും നിന്റെ മനസ്സ് ക്ഷീണിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ ദൂത് പറയുകയാണ്.
സ്തോത്രം. കുടിക്കേണ്ടിടത്ത് നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം ചെയ്യുന്നു, നീ പിറുപിറുക്കത്തില്ല, നീ മടുക്കത്തില്ല, നിന്റെ മനസ്സ് ക്ഷീണിക്കത്തില്ല, അല്ലേ? സ്തോത്രം. ദാ യാത്ര ചെയ്യുന്നത് നോക്ക്. മരുഭൂമിയിൽ നിന്നും മദ്ദാനയിലേക്കും, മദ്ദാനയിൽ നിന്നും നഹലിയേലിലേക്കും, നഹലിയേലിൽ നിന്ന്, സ്തോത്രം ചെയ്യുന്നു, ആമേൻ, ബാമോത്തിലേക്കും, ബാമോത്തിൽ നിന്ന് മോവാബിലേക്കും. എന്തൊരു യാത്രയാ! ഇന്ന് പകൽ പരിശുദ്ധാത്മ വിടപെടുക. റെസ്റ്റ് ഇല്ലാതെ ചിലർ യാത്ര അവൻ ചെയ്യാൻ റെഡി ആയിക്കൊള്ളാൻ പരിശുദ്ധാത്മ പ്രവചിക്കുക. ഇതൊക്കെ എന്തെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നവരുണ്ട്. പക്ഷേ ആ ഒരു കുഴപ്പവും ഇല്ല. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്താൽ മതി. റെസ്റ്റ് ഇല്ലാതെ ദൈവം നിന്നെ യാത്രയ്ക്ക് അയക്കാൻ പോകുക. സ്തോത്രം. 2025 പല യാത്രകളും പിശാച് മുടക്കിക്കളഞ്ഞില്ലേ? പക്ഷെ പരിശുദ്ധാത്മ ഇടപെടുക. കുടിക്കേണ്ടിടത്ത് നിന്ന് നീ യഥാർത്ഥമായി കുടിച്ചു തുടങ്ങിയാൽ പരിശുദ്ധാത്മ ഇടപെടുക. അവൻ നിന്റെ യാത്രകൾക്ക് വേഗത വർദ്ധിക്കാൻ പോകുക. മനസ്സ് മടുക്കാതെ, വഴിയിൽ ക്ഷീണിച്ചു പോകാതെ ഇന്ന് പകൽക്കാലം ശാലാമാന ഹസ്തരാലകസ്യാം ധേനിയ അതര പ്രവാല പറ്റല ലകൽക്കാതരം ധരേ ലകസ്യാം ധേനിയ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ചു തുടങ്ങുക, പ്രാർത്ഥിച്ചു തുടങ്ങുക. പല വിദേശ യാത്രകളും മുടങ്ങിയിരിക്കുന്നവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മ ഇടപെടുക. സ്തോത്രം ചെയ്യുന്നു. നിന്റെ യാത്രകളെ മുടക്കിയത് ഇന്ന് പകല യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കാൻ പഠിക്കുക. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നാൽ നിങ്ങളെ യാത്രകളെ തടയുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ അത് പൊട്ടിമാറുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. റെസ്റ്റ് ഇല്ലാതെ കർത്താവിന് വേണ്ടി നീ ഓടാൻ പോകുക. മനസ്സ് മടുക്കാതെ, നീ ക്ഷീണിച്ചു പോകാതെ. സ്തോത്രം. അപ്പൊ തുടർമാനമായുള്ള യാത്ര, മനസ്സ് മടുക്കാതെ, വഴി നിമിത്തം ക്ഷീണിക്കാതെ തുടർമാനമായ യാത്രയ്ക്ക് കാരണം അവർ ഒരു ജീവ നദിയിൽ നിന്ന് കുടിച്ചത് കൊണ്ട്, അവർ ഒരു ജീവന്റെ ജലം കുടിച്ചത് കൊണ്ട്. സ്തോത്രം. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ നിന്ന് ഇസ്രായേൽ ജനം അമോര്യയുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചതുപോലെ, സ്തോത്രം ചെയ്യുന്നു, ആമേൻ, അമോര്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ മോശ ദൂതന്മാരെ അയച്ചിട്ട് ഏദോം രാജാവിന്റെ അടുക്കൽ പറഞ്ഞതുപോലെ തന്നെ അമോര്യ രാജാവിന്റെ അടുക്കൽ പറയുകയാണ്. ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറയിച്ചു. സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അപേക്ഷയുമായി അമോര്യ രാജാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അനുവാദം ചോദിക്കുവാൻ വേണ്ടി ദൂതന്മാരെ മോശ അയക്കുകയാണ്. അപ്പോൾ വചനം പറയുകയാണ്, സീഹോൻ രാജാവ് പറയുകയാ, തന്റെ ദേശത്തുകൂടി ഇസ്രായേൽ ജനത്തെ കടന്നു പോകുവാൻ സമ്മതിക്കാതെ തന്റെ ജനത്തെ എല്ലാം ഒന്നിച്ചുകൂടി ഇസ്രായേലിന്റെ നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഏദോം രാജാവ് ചെയ്തതുപോലെ, സ്തോത്രം, ഇസ്രായേൽ ജനത്തെ തന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിച്ചില്ല. അവർക്ക് നേരെ യുദ്ധത്തിന് പോയി. അടുത്ത വാക്ക് കേട്ടോണേ. സ്തോത്രം ചെയ്യുന്നു. യുദ്ധം ചെയ്തു. എന്നാൽ ഇസ്രായേൽ മക്കൾ പഴയതുപോലെ അല്ല. കുടിക്കേണ്ടിടത്ത് നിന്ന് കുടിച്ചിട്ടാ വരുന്നത്. സ്തോത്രം. ആത്മാവിൽ ബലപ്പെട്ടിട്ടാ വരുന്നത്. സ്തോത്രം ചെയ്തു. വചനം പറയുകയാണ്, ഇസ്രായേൽ ജനം അവരോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി. അർണോൻ മുതൽ യാബോക്ക് വരെയും അമോന്യരുടെ അതിർ വരെയും
ഉള്ള അവന്റെ ദേശത്തെ കൈവശമാക്കിയെന്ന് സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ അതിരിനകത്ത് കേറുവാൻ പോലും സമ്മതിക്കാതെ തങ്ങളോട് യുദ്ധത്തിന് വന്ന അമോന്യരെ സ്തോത്രം ചെയ്യുന്നു ഇസ്രായേൽ ജനം പരാജയപ്പെടുത്തിയിട്ട് അവന്റെ ദേശത്തെ ഇസ്രായേൽ ജനം അവകാശമാക്കി മാറ്റി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുക, പറഞ്ഞവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവിൽ ബലപ്പെട്. ചില ദേശങ്ങൾ, ചില പട്ടണങ്ങൾ സ്തോത്രം പിശാച് അവകാശം പറഞ്ഞ് നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് ഇടപെടുക. ആത്മാവിൽ നീ കൈവശമാക്കാൻ പോകുക. ചില പട്ടണത്തിനകത്തെ കുടിയിരിപ്പുകളെ ആത്മാവിൽ ചലിക്കുന്നവർ പിടിച്ചടക്കാൻ പോകുക. നിയോഗമുള്ളവർ പിടിച്ചടക്കാൻ പോകുക. നിന്റെ കൈവശം അത് തരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചിക്കാൻ പറയുന്നു. ചില പട്ടണങ്ങൾ ചിലതിന്റെ പേരിൽ അറിയപ്പെടത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. അഭിഷേകമുള്ളവന്റെ പേരിൽ ചില പട്ടണങ്ങൾ അറിയപ്പെടാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഈ പ്രഭാതത്തെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കാൻ പറയുക. പരിശുദ്ധാത്മാവിനോട് കൂടെ 2026 ചേർന്ന് നടന്നു. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് മൂവ് ചെയ്തു. പരിശുദ്ധാത്മാവ് ഇടപെടുക. ചില പട്ടണങ്ങൾക്കകത്ത് അസാധാരണമായി നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ചില പട്ടണങ്ങളെ അഭിഷേകമുള്ളവർ കൈവശമാക്കാൻ പോകുകയാണെന്ന്. ഞാൻ നിർത്തുകയാ. പ്രിയരെ, പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുവാൻ പഠിക്കുക. പരിശുദ്ധാത്മാവിനോട് ആ സാന്നിധ്യത്തിനകത്തിരിക്കുവാൻ പഠിക്കുക. ദൈവശബ്ദത്തിന് വില കൊടുക്ക്. എന്തിനേക്കാൾ ഉപരി ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്ക്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഓരോ യാത്രയായിരിക്കട്ടെ ഈ 2026. സ്തോത്രം. പരിശുദ്ധാത്മാവ് അസാധാരണമായി നമ്മളെ കരത്തിനകത്തെടുത്ത് ഉപയോഗിക്കും. മടുപ്പില്ലാതെ, ക്ഷീണമില്ലാതെ. സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവെ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. കർത്താവിന് നിന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പദ്ധതിയുണ്ട്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് 2026 ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുവാൻ ഈ ജനത്തെ ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. മഹത്വം പങ്കെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സമയം ഒരുക്കി നൽകിയ കർത്താവിന്റെ ദാസി വീന സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ.